ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ എല്ലാവരും മനുഷ്യരായിരുന്നു. ഇപ്പോൾ നമ്മളെ മനുഷ്യർ എന്ന് വിളിക്കാമോ? പ്രിയമുള്ളവരെ, സഹജീവികളെ, ഇത് ഒരുവൻ്റെ ചിന്ത മാത്രമാണ്. ഇതിൽ സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്നത് നിങ്ങൾ തിരിച്ചറിയുക. 2004 നമ്മുടെ നാട്ടിൽ സുനാമി എന്ന രാക്ഷസ തിരമാലകൾ മനുഷ്യ മനസ്സുകളിൽ ഭീതി പടർത്തി അവൻ്റെ വാസസ്ഥലം മുഴുവൻ വിഴുങ്ങി കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെടുത്തു. അന്ന് എല്ലാ മനുഷ്യരും ഭയന്ന് വിറങ്ങലിച്ച് ഉറക്കമില്ലാതെ ഊണില്ലാതെ ഭയചകിതരായി ഇവിടെ നിലകൊണ്ടിരുന്നു. അവയെയും അതിജീവിച്ച് മനുഷ്യർ വീണ്ടും അവൻ്റെ പുനർജീവിതം തുടങ്ങി. കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. കൊറോണ എന്ന മഹാവൈറസ് ലോകമെങ്ങും വീണ്ടും ഭയം പരത്തിക്കൊണ്ട് രാക്ഷസനെ പോലെ, ഒരു ഭീകരജീവിയെപ്പോലെ ഇവിടെ നടമാടി. വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടവരും പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തിയവരും തമ്മിൽ തല്ലിയവരും ഇണങ്ങിയവരും പിണങ്ങിയവരും എല്ലാവരും തൻ്റെ ചെറിയ കൂടുകൾക്കുള്ളിൽ വായ മൂടിക്കെട്ടി വിറങ്ങലിച്ചിരുന്നു. കൊറോണ വൈറസ് ലോകം മുഴുവൻ നടമാടിയപ്പോൾ മനുഷ്യൻ വെറും ഒരു നിസ്സാര ജീവിയായി ഈ ഭൂമിയിൽ നിലകൊണ്ടു പോന്നു. പണ്ഡിതനും പാമരനും ഉയർന്നവനും താഴ്ന്നവനും എല്ലാം ആ കാലഘട്ടങ്ങളിൽ വെറും സാധുക്കളായി മാറി. മതമില്ല, രാഷ്ട്രീയമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാവരും വന്നു. കൊറോണ വൈറസിൻ്റെ മരണതാണ്ഡവത്തിൽ ഇരകളായി തീയിൽ ചുട്ടരിക്കപ്പെട്ടവർ, മതങ്ങളും ദൈവങ്ങളും നോക്കുകുത്തിയാ നിന്ന കാലം. മനുഷ്യൻ അതും മറന്നു. ഓൺലൈൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. കുട്ടികളിൽ, മുതിർന്നവരിൽ ഓൺലൈൻ എന്ന മഹാവ്യാധി പടർന്നു പിടിച്ചു. വിദ്യാഭ്യാസം പോലും വെറുമൊരു ചതുര യന്ത്രത്തിൽ ഒതുങ്ങിക്കൂടി. ഇനിയും ദുരന്തം ബാക്കി. ഇതുവരെ പ്രകൃതി വിതച്ച ദുരന്തങ്ങൾ മാത്രമായിരുന്നു. ഇനി വിതയ്ക്കുന്ന ദുരന്തങ്ങൾ മനുഷ്യൻ വിതയ്ക്കുന്ന ദുരന്തങ്ങളാണ്. ഉത്തരം കിട്ടാത്ത ദുരന്തങ്ങൾ.